Hi guys, namaste. Welcome to Malli Bro. സോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും വീഡിയോ ചെയ്യാന്ന് കഴിഞ്ഞാൽ കണ്ടന്റിനൊന്നും ഒരു ക്ഷാമം ഇല്ല കേട്ടോ. പക്ഷേ പല കാര്യങ്ങളും ഇഗ്നോർ ചെയ്ത് മൂവ് ചെയ്യുക, പൊളിറ്റിക്കലായിട്ട് മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കമൻസും ചെയ്യാന്നുള്ള മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മോണിറ്റൈസ് ചെയ്യാനോ അതൊന്നും എന്തെങ്കിലും സാമ്പത്തിക ലാഭം നേടുക എന്നതല്ല ലക്ഷ്യം. മറിച്ച് നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മുടെ ഒരു വോയിസ് അവിടെ രേഖപ്പെടുത്തി വെക്കുക, അത്രയേ ഉള്ളൂ. അതും തന്നെ മുൻ MLA മന്ത്രിയായിരുന്ന KT ജലീൽ അത് നടത്തിയ ഒരു അധ്യാപകൻ എന്നതിൽ നടത്തിയ ചെറിയൊരു പ്രവൃത്തി, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കുഞ്ഞുമക്കളോട് പെരുമാറിയ രീതി, അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും. ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി ഒരു അംഗനവാടി കുട്ടിയുടെ മാതൃത്വം തന്നെ ചോദ്യം ചെയ്തായിരുന്നു. അന്നേരം ആർക്കും അതിനെക്കുറിച്ചൊന്നുമില്ല. ആ കുട്ടി തന്നെ ലൈവിൽ വന്നിട്ട് എൻ്റെ അമ്മ അതൊന്നല്ല, എൻ്റെ അമ്മമ്മ അതൊന്നല്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം ഒന്നും ഇല്ലാത്ത ചർച്ചകളായിരുന്നു. മന്ത്രി ആയിരുന്നു, MLA ആയിട്ടും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന വെൽ ഓർഗനൈസ്ഡ് നല്ല രീതിയിൽ സംസാരിക്കുന്ന KT ജലീൽ. രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പാണ് അത്. മുസ്ലിം ലീഗ് അതിനെതിരെ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ പോക്ക്, അത് പിന്നെ ആവർത്തന വികസനം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും 3 സീറ്റാണെങ്കിലും നിലവിലെ ഭരണം BJP ആഗ്രഹിക്കുന്ന പ്രകാരമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തമ്മിത്തല്ലിക്കുക, പരസ്പരം പഴിചാരുക, എങ്ങനെയെങ്കിലും അവരെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ BJP RSS നടത്തി വരുന്ന പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയായിട്ട് മുസ്ലിം ലീഗ് അണികളും കോൺഗ്രസ് പ്രവർത്തകരും നിരന്തരമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നത്തെ ടോപ്പിക് അല്ല ഇന്നത്തെ കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് യുവത്വങ്ങൾ, തൊപ്പി, അതുപോലെ തന്നെ ഷമീർ, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ. തൊപ്പിയുടെ സുഹൃത്തായിരുന്ന ഒരു വ്യക്തി എന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. തൊപ്പിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് വരുന്നുണ്ടെന്ന് പറയുന്നു. തൊപ്പിൻ്റെ യൂട്യൂബ് ചാനൽ അടച്ചു പൂട്ടിയിരിക്കുന്നു. ഇതിൽ ശരിക്കും നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇതിനേക്കാളും എത്രയോ അശ്ലീലങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നവർ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു യൂട്യൂബറായിരുന്ന രാജനം അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്തൊരു വാർത്തയൊക്കെ കണ്ടിരുന്നു, ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഈ തൊപ്പിയുടെ വീഴ്ചയിൽ ഒത്തിരി പേര് സന്തോഷിക്കുന്നുണ്ട്. അതെന്തിൻ്റെ പേരിലാണെന്ന് അറിയത്തില്ല. എനിക്ക് എന്തായാലും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ കൊടുത്ത പരാതിയുടെ പേരിൽ മാത്രമാണ് തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടിയെന്നു. ഇതിനെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് പലരും താല്പര്യമുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബന്ധമുള്ള ചിലർക്ക് അവരുടെ കുടുംബത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ച് എന്തോ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റി സിസ്റ്റവും സൈബർ ടീമും പോലീസും കമ്മീഷണറൊക്കെ ഇവർ ലൈവിലുണ്ടാകുന്ന സമയത്ത് ഇതുവരെയായിട്ട് ഒരു രീതിയിലുള്ള വാർണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ മുന്നറിയിപ്പോ നൽകാതെ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത്രയും ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ് മാറിയത് കൊണ്ട് മാത്രം ഇത്രയും ആക്ഷൻ എടുക്കാനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഒരു നാട്ടിൻപുറത്തുള്ളൊരു പയ്യൻ, അവൻ്റെ കഴിവുകൊണ്ട് അവൻ്റെ ഹാർഡ് വർക്കും കൊണ്ട് അവൻ പറ്റുന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെത്തി. അപ്പോൾ അവൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർക്കടുത്ത് പറയാനുള്ളത്, ഒരു മനുഷ്യൻ്റെ വീഴ്ചയിലല്ല സന്തോഷിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ വിജയത്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. കാരണം ഒരു മനുഷ്യൻ വീണ് പോയി അവനെല്ലാവരും കൂടെ ആക്രമിക്കുക എന്ന് വെച്ചാൽ എളുപ്പമാണ്. അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കാതെ അവന് വേണ്ടുന്ന അഡ്വൈസ് നൽകി അവനെ നല്ലൊരു മനുഷ്യനാക്കിയിട്ട് അതേ പ്ലാറ്റ്ഫോമിൽ അറ്റ്ലീസ്റ്റ് തിരിച്ചു വന്ന് ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവനും സമൂഹത്തിനും ഗുണമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നൊരു ഭീമനാണ്. ഇപ്പോൾ അവരിപ്പോൾ ആരെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ പൈസ നല്ലല്ലോ തരുന്നത്. നമ്മൾ നാട്ടുകാരും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. തൊപ്പി അല്ലെങ്കിൽ വേറൊരാൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി പൈസ ഉണ്ടാക്കും. പക്ഷേ ഒരു മലയാളി ഒരു പയ്യൻ അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കുന്നു, അത് മലയാളി സുഹൃത്തുക്കളിൽ വീതിക്കുന്നു, കേരള മാർക്കറ്റിൽ വീതിക്കുന്നു. ഇത് VD സതീശൻ തിയറി കേട്ടോ, റെമിറ്റൻസ്.
അപ്പോൾ ഒരു മനുഷ്യൻ്റെ വീഴ്ചയിൽ നമ്മൾ ആരും ആഘോഷിക്കേണ്ട. ഇന്ന് അവനാണെങ്കിൽ നാളെ ഞാൻ, മറ്റന്നാൾ നിങ്ങളെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. കാരണം വ്യക്തിഹത്യ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി അവനെ നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അവനെ സപ്പോർട്ട് ചെയ്യുക. അവൻ മുന്നോട്ട് വരട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ.